അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, അറഫയുടെ ദിവസങ്ങളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സും ആരോഗ്യവും നമ്മുടെ ജീവിതത്തിൽ ഇട്ടുതരികയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കുവാനുള്ളത് ആ പവിത്രമായ ദിനത്തെ വരവേൽക്കാൻ ശാരീരികമായും മാനസികമായും നമ്മൾ ഓരോരുത്തരും തയ്യാറെടുക്കേണ്ടതുണ്ട്. കാരണം എന്താ സഹോദരങ്ങളെ, അറഫ ദിവസത്തിന് ഇത്രയധികം പ്രത്യേകത. മാമിൻ യൗമിൻ അക്സറ മിൻ അയ്യുഅത്തിഖല്ലാഹു ഫീഹി അബദ മിനന്നാരി മിൻ യൗമിൻ അറഫ. അറഫാ ദിനത്തേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളെ നരകത്ത് നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല എന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അറഫാ ദിവസത്തിൽ നിരന്തരമായി പ്രാർത്ഥനാ നിർഭരമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്നുള്ളത് അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണ് എന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായിട്ടാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, അറഫാ ദിവസത്തിൽ അറഫയിൽ സംഗമിക്കുന്ന ഹാജിമാരല്ലാത്ത ലോകത്ത് അധിവസിക്കുന്ന മുഴുവൻ വിശ്വാസി സമൂഹത്തിൽപ്പെട്ട ആളുകളും ആ ദിവസം നോമ്പനുഷ്ഠിക്കണമെന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അയ്യുകഫിറസ്സനത അല്ലതി ഖബ്ലഹു വസ്സനത അല്ലതി ബഅദഹു. അറഫാ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ട് വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായിട്ടുള്ള ഒരു വർഷത്തിലെ പാപങ്ങൾ പുറത്തു തരിക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, അതുപോലെ തന്നെ വലിയൊരു ആശയക്കുഴപ്പത്തിലാണ് നമ്മളെല്ലാവരും. അങ്ങനത്തെ ഒരു ആശയക്കുഴപ്പത്തിന് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രസക്തിയുമില്ല. കാരണം അറഫ നോമ്പ് എപ്പോഴാണ് അനുഷ്ഠിക്കേണ്ടത്? അറഫ ദിവസം, ദുൽഹിജ്ജ മാസം അറഫ എപ്പോഴാണോ ഒരു മനുഷ്യന് സമാഗതമാകുന്നത് ആ ദിവസമാണ് അവൻ നോമ്പനുഷ്ഠിക്കേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്ന ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയും പരാമർശിച്ചിട്ടില്ല. അറഫയിൽ സംഗമിക്കുമ്പോൾ നോമ്പെടുക്കുക എന്നത് അങ്ങേയറ്റം അസാധ്യവും അത് വിഡ്ഢിത്തമായിട്ടുള്ള ധാരണയുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്ന സമയം ലോകത്ത് പല സ്ഥലത്തും പല അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ സമയം അവർക്ക് നോമ്പനുഷ്ഠിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് പകലാകുന്ന സമയത്ത് രാത്രിയാകുന്ന ഒരുപാട് രാജ്യങ്ങളും പ്രദേശങ്ങളുമുണ്ട്. അവർക്കെങ്ങനെയാണ് നോമ്പെടുക്കാൻ കഴിയുക? ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്ന ദിവസം തന്നെ അറഫ നോമ്പ് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നോമ്പായിരിക്കാം, പക്ഷേ ഇന്ന് രാത്രിയാകുന്ന ഒരുപാട് രാജ്യങ്ങളില്ലേ, അവരെങ്ങനെയാണ് നോമ്പനുഷ്ഠിക്കാൻ കഴിയുക? അവർക്കെങ്ങനെയാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ തുല്യമായി തീരുക? നമ്മുടെ നാട്ടിൽ അറഫ ദിനവും പെരുന്നാളും തീരുമാനിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ല. ലോകത്ത് എല്ലായിടത്തും ഒറ്റ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമികമായ ഇബാദാത്തുകൾ അനുഷ്ഠിക്കണമെന്ന് പറയുന്നത് യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാ നിലക്കും ആ അറഫയുടെ പവിത്രത ഉൾക്കൊണ്ട് ആ അറഫാ ദിവസം പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. ഒപ്പം തന്നെ അറഫ നോമ്പനുഷ്ഠിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹ്ലീലുകൾ അധികരിപ്പിക്കുക. ഞാനും മറ്റു പ്രവാചകന്മാരും അറഫ സന്ധ്യയിൽ പറഞ്ഞ ശ്രേഷ്ഠമായ വാചകം ഇപ്രകാരമാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥനയാണ് അറഫ സന്ധ്യയിൽ വെച്ചുകൊണ്ട് ഞാനും മറ്റു നബിമാരും പ്രാർത്ഥിച്ചിരുന്നത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ അറഫ ദിവസം ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഫലം ലഭിക്കുന്ന വിഷയമാണ് എന്നുകൂടി മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക.
അധികരിപ്പിക്കുക. തഹ്ലീലും തഹ്മീദും തസ്ബീഹും അങ്ങേയറ്റം വർധനവും ഉണ്ടാക്കുക. ഒപ്പം തന്നെ അള്ളാഹുവിങ്കിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന ഇബാദാത്തുകളും സ്വദഖാത്തുകളും ധാരാളമായി അധികരിപ്പിക്കുക. അതിൽ നോമ്പനുഷ്ഠിക്കുകയും തഹ്ലീലുകൾ വർദ്ധിപ്പിക്കുകയും ദുആവുകൾ അധികരിപ്പിക്കുകയും ഒക്കെ ചെയ്യുക. അള്ളാഹുവിനെ വാഴ്ത്തുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക. അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.